അതിര് മാഡം, ഇതാണോ ആതിര? അതെ മാഡം, അവരെന്നെ കൊന്നുകളയുമായിരുന്നു. മരണവും കാത്ത് കഴിഞ്ഞതാ ഞാൻ. അപ്പോഴാ ദൈവത്തെ പോലെ ഈ സാറ് വന്നത്. ഇനി ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു കുട്ടി. നീ വീട്ടുകാരുടെ കൂടെ കേരളത്തിന് പുറത്ത് എവിടെയാണെന്നാ ഞങ്ങൾ കരുതിയത്. ശരിക്കും എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ പേടിക്കണ്ട. ഇന്ന് മുതൽ നീ ഞങ്ങളിൽ ഒരാളാണ്. ആദ്യം നിന്റെ പേര് മാറ്റും. നീ കാരണമാ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോൻ ജയിലിൽ കിടക്കുന്നത്. എല്ലാ പണവും വാങ്ങി എന്റെ രണ്ടാനച്ഛൻ ചെയ്തതാണ്. എന്നോട് ക്ഷമിക്കണം. പിന്നെ നീ എങ്ങനെ ആകാശിന്റെ കയ്യിലെത്തി? അവളോട് കൂടുതലൊന്നും ചോദിക്കണ്ട. വിനോദിന് അനുകൂലമായിട്ട് ആതിര കോടതിയിൽ മൊഴി പറയുന്നതായപ്പോ ആകാശ മിനിസ്റ്ററും രണ്ടാനച്ഛന്റെ കയ്യിൽ നിന്ന് ഇവളെ ഏറ്റുവാങ്ങിയത്. ചെന്നൈയിൽ ഇവൾക്കൊരു ജോലിയായിരുന്ന രണ്ടാനച്ഛൻ വീട്ടുകാരെ വിശ്വസിപ്പിച്ചത്. കൊന്നു കളയാനാണെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ടാനച്ഛൻ നല്ല പണം വാങ്ങി ഇവളെ ആകാശിന് കൈമാറി. പിറ്റേന്ന് വേണം പറയാൻ. എന്റെ മോൻ വിനോദ് ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് നീ കോടതിയിൽ പറയൂ. എന്നെ രക്ഷിക്കാനേ വിനോദ് സാറ് ശ്രമിച്ചിട്ടുള്ളൂ. അതെവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയാം. ഇഷിത, ഇവൾക്ക് റൂം കൊടുക്കും. ആദ്യം ഇവളൊന്ന് കുളിച്ച് ഫ്രഷ് ആവും. എന്നിട്ട് മതി ബാക്കി സംസാരം. മോനെ, ചെറിയ അടിപിടി ഒന്നുമല്ല നടന്നത്. രാമ കണ്ടില്ലേ, മഹേഷിന് നല്ല മുറിവുണ്ട്. ആകാശ് മേനോൻ അവിടെ ഉണ്ടായിരുന്നു മോനെ. അവന്റെ ഗുണ്ടകളുണ്ടായിരുന്നു. ആതിര ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി ആകാശിന്റെ ആളുകൾ രാത്രി ഇവിടെ കയറി വരുമോ? ആകാശം ആ മിനിസ്റ്ററും ഒക്കെ കുടുങ്ങാൻ പോവാ. അവർ വെറുതെ ഇരിക്കൂ. ഒരു മുൻകരുതൽ വേണ്ടേ? വരുന്നവര് വരട്ടെ. അവളെ മറ്റൊരിടത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് വരാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അവളെ വീണ്ടും കൈവിട്ട് പോയ വിനോദിന് അടുത്ത കാലത്തൊന്നും പുറംലോകം കാണാൻ കഴിഞ്ഞു. നാളെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ ആതിരയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റും. വിനോദിന് വേണ്ടി മഹേഷ് ഒന്നും ചെയ്യുന്നില്ലെന്ന് ഇനി ആരും പറയും. വിനോദിന്റെ ജീവിതമാ അവൻ തിരിച്ചു പിടിച്ചു. എന്റെ മോനൊന്ന് പുറത്തു വന്നാ മതിയായിരുന്നു. ആ പെങ്കൊച്ചിന് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ. അതിനെ കണ്ടാൽ അറിയാം. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിന്ന്. തന്റെ കൂടുമ്പോ ദേഹം നോവുന്ന് അറിഞ്ഞിരുന്നില്ലേ? അന്നേരം എനിക്ക് കിട്ടിയ അടിയോ വേദനയോ അല്ല അറിയാനുള്ള നേരമുണ്ട്. ഒന്ന് കിട്ടിയാൽ തിരിച്ച് രണ്ടെണ്ണം കൊടുക്കാനുള്ള വാശിയല്ലേ? സത്യം പറഞ്ഞ സംഗതി തരില്ല. എന്നിട്ടാണ് മുറിവും പറ്റി വന്നിരിക്കുന്നത്. മുറിവിൽ കുത്തി രസിക്കല്ലേ? ഞാൻ രസിച്ചതൊന്നുമല്ല, വല്ലതും തറച്ചിരിപ്പുണ്ടോ നോക്കിയത്. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോണം. കണ്ടാൽ അറിയില്ലേ തൊലി പോയതേ ഉള്ളൂ. നോവാതെ ഞാൻ മരുന്ന് വെച്ചേ. ഇപ്പൊ വേദനയുണ്ട്? ഇല്ല, വേദന അറിയുന്നില്ല. എനിക്ക് വേണ്ടി മഹേഷ് ഇത്രയും വലിയൊരു സാഹസം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് മഹേഷ് ദാനമായി തന്നത് എന്റെ അനിയത്തിയുടെ ജീവൻ. തനിക്ക് അനിയത്തി, എനിക്ക് എന്റെ വിനോദിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതിലും വലിയ കാര്യം വേറെ. ഞാനാണ് ഇഷിതയോട് നന്ദി പറയും. എന്നെ ആതിരയിലേക്ക് എത്തിച്ചത് ഇഷിതയാണ്. നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും. അതല്ലേ സത്യം? നമ്മൾ ഒരേ മനസ്സിലൂടെ ചിന്തിക്കുന്നതുകൊണ്ട് ഒരേ ചിന്തകളിലൂടെ. എന്റെ ജീവിതത്തില് ഒരു വസന്തകാലം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. ആഗ്രഹിച്ചിട്ട് വേണ്ടേ കരുതാൻ. പക്ഷെ അത് സംഭവിച്ചു. എന്റെ ഭാഗ്യം എന്താന്ന് ആരെങ്കിലും ചോദിച്ചാ എനിക്കതിനൊരു ഉത്തരവേ ഉള്ളൂ. എന്റെ മഹേഷിന്. താൻ എന്റെ ലൈഫിലേക്ക് വന്നത് ഞാൻ ഇങ്ങനൊരു മനുഷ്യനെ പരുക്കനായവരെ ആരുടെയും മുന്നിൽ അഭിനയിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് രചന മറ്റൊരു ചില്ല തേടി പറന്നു പോകും. മറ്റുള്ളവരോട് പരുക്കനായിട്ട് പെരുമാറുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമെന്ന് പക്ഷെ അത് പുറത്തെടുക്കാൻ എനിക്കറിയാം. എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ അച്ഛന്മാർ. എന്റെ ആ പരുക്കൻ പുറന്തോട് പൊട്ടിച്ചത് ഇഷിതയാണ്. സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ഒരു കുത്തൊഴുക്കല്ലേ ഉണ്ടായത്. ഇഷിത കാരണം ഞാൻ പ്രണയം എന്താണ്, ജീവിതം എന്താണെന്ന് പഠിച്ചു. എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുപോകണം. മനസ്സിന്റെ പിടി അയച്ചു. എനിക്കാകെ ഞാൻ സോഫ്റ്റ് ആയത് ചിപ്പിമോളുടെ. രചന പോയപ്പോ മഹേഷിനുണ്ടായ ഷോക്ക് എത്ര വലുതാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. എന്തായാലും വലിയൊരു തകർച്ചയിൽ നിന്നും മഹേഷിന് കരകയറാൻ പറ്റി. അതിന് താങ്ങായി തന്റെ ഈ കൈകളുണ്ട്. അന്നൊക്കെ നമ്മള് ഇടയ്ക്കിടെ പിണങ്ങുമായിരുന്നു. അത് ഒരു പ്രേമ പ്രതിഭാസമായിരുന്നു. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സുകൾ തമ്മിൽ അടുക്കാൻ വെമ്പല് കൊണ്ട്. കൊള്ളാം, പ്രേമ പ്രതിഭാസം. അത് വാസ്തവം തന്നെയായിരുന്നു. സിഇഒയുടെ പോസ്റ്റ് എനിക്ക് നഷ്ടപ്പെടേണ്ടതായി. അന്ന് അരുന്ധതി മാഡം എന്നെ ഒഴിവാക്കുന്ന അവസ്ഥ വന്നപ്പോ ഇഷിതയാണത് നേടിയത്. ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം എന്റെ ജീവിതത്തിൽ നിറച്ചത് താനാ. ഇപ്പോ എനിക്കൊരു കുഞ്ഞിനെ കൂടി കിട്ടി, ഒരു ഭാര്യ. ഇതിൽ കൂടുതൽ എന്ത് നൽകണം? കണ്ണുകൾ നനഞ്ഞല്ലോ. എന്തെങ്ങനെ? ഒറ്റപ്പെട്ട് ഒഴുകി ഏതോ തുരുത്തിൽ ചെന്ന് അടിയേണ്ടതായിരുന്നു എന്റെ ബാക്കി വന്ന ജീവിതം. താൻ എന്നെ ഒരു കരയിൽ കൊണ്ടടിപ്പിച്ചു. മഹേഷി പറയുന്നതെല്ലാം എന്റെ കാര്യത്തിലും സത്യം. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുള്ളതും അത് തന്നെയാ. ഏതെല്ലാം വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഒരു ബിന്ദുവിൽ എഴുന്നേറ്റ് ഹാളിലേക്ക് വാ. ആതിരെ വെച്ചുള്ള അടുത്ത പ്ലാൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം. മഹേഷ് എന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആതിരെ ഇവിടെ താമസിപ്പിക്കുന്നത് റിസ്ക്കാ. അതേപറ്റിയാണ് ഞാനും ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആതിരെ എവിടെയുണ്ടെന്ന് അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ടാവും. മിനിസ്റ്റർ അൻസാരി ദാസ് അതിന് പോലീസിന്റെ സഹായം തേടും. സത്യത്തിൽ ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയതേയില്ല. അവളെ തട്ടിക്കൊണ്ടു പോകാൻ ഗുണ്ടകൾ വരുമോന്നുള്ള പേടിയായിരുന്നു. അതിനാരും ധൈര്യപ്പെടില്ലെങ്കിലും ഇന്നലെ മുതൽ നമ്മുടെ ഫ്ളാറ്റ് എപ്പോഴേ പലരുടെയും നിരീക്ഷണത്തിലായിട്ടുണ്ടാവും. മഹേഷിന്റെ പ്ലാൻ പറ. ഞാൻ വക്കീലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. വക്കീല് പറയുന്നതും ആതിരയെ കോടതിയിൽ ഹാജരാക്കണം. ആതിര കോടതിയുടെ മുന്നിൽ വന്നു. ശത്രുക്കൾ അവളെ തൊടാൻ പിന്നെ എല്ലാം കോടതിയുടെ നിയന്ത്രണത്തിൽ. അപ്പോ ഇന്ന് കോടതിയിൽ അവളെ ഹാജരാക്കാം. ഇന്നലെ അതല്ലേ ഞാൻ പറഞ്ഞു. ഇവിടെ നിന്ന് നീ അവളെയും കൊണ്ട് കോടതിയിൽ എത്തുന്നത് വരെ എന്ത് സംഭവം? ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു അറ്റാക്ക് നടക്കില്ലെന്ന് എന്തുറപ്പാണുള്ളത്? അച്ഛന്റെ പേടി എനിക്ക് മനസ്സിലായി. എന്റെ വക്കീല് വണ്ടിയുമായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. വക്കീലിന്റെ കൂടെ മറ്റൊരു വണ്ടിയുണ്ട്. കേസ് വിളിക്കുന്നതിന് മുമ്പ് ഈ വിഷയം ജഡ്ജിന്റെ മുന്നിൽ എത്തിക്കാൻ വക്കീലിന് കഴിയും. പിന്നെന്താ താമസം? കോടതിയിൽ എത്തിയാലുടൻ ആതിരയെ ജഡ്ജിയുടെ മുമ്പിലേക്ക് എത്തിക്കാലോ. പിന്നെ പന്ത് നമ്മുടെ കോർട്ടിലല്ലേ. ആതിര ഓക്കെയാണ്. മോളെ, നിന്റെ ഒറ്റ വാക്കില് വിനോദിന്റെ ഇവളെയും ജീവിതം ഇരിക്കുന്നത്. ഒരു വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരുന്നതാ സുജി. ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു, ആർക്കും വേണ്ടാത്ത ഞാൻ മരിച്ചു പോയാലെന്താ. പക്ഷെ ഞാൻ കാരണം നല്ലവനായ വിനോദ് സാർ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. മഹേഷ് സാർ എന്നെ ജഡ്ജിയുടെ മുന്നിൽ എത്തിച്ചാ മതി. പാവം കുട്ടി, ദൈവം ഈ പ്രായത്തില് ഇവൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തല്ലോ. ഇന്നലെ ഇവളിവിടെ വന്ന രൂപം ഒന്ന് കാണണമായിരുന്നു. എന്തൊക്കെ ക്രൂരതകളാ ആ ദുഷ്ടന്മാർ ഈ കൊച്ചിനോട് കാണിച്ചത്. ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത്
ഇവളുടെ രണ്ടാനച്ചെന്ന് പറയുന്ന ആ മൃഗത്തെയാ. എന്തായാലും ആതിര സത്യങ്ങൾ തുറന്നു പറയുന്നതോടെ പുതിയ അന്വേഷണം ഉണ്ടാവും. അതിന് കോടതി തന്നെ ഉത്തരവിടും. അങ്ങനെ സംഭവിക്കില്ല ലക്ഷ്യതേച്ചി. ഒരു പെണ്ണനുഭവിച്ച വേദനകൾ കേട്ടാ കോടതി ഇടപെടാതിരിക്കും. മിനിസ്റ്റർ എന്നല്ല ആരുടെയും ഒരു സ്വാധീനവും നടക്കാൻ പോകുന്നില്ല. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെല്ലാം ജയിലാവും. ഇനിയുള്ള നിന്റെ ജീവിതം എന്താന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. നിനക്ക് ഞങ്ങൾ ഒരു ജോലി വാങ്ങിത്തരും. ആരുടെയും ആശ്രയം കൂടാതെ സ്വന്തം കാലിൽ ജീവിക്കാൻ നിനക്ക് സത്യമാണ് കുട്ടി അവള് പറയുന്നത്. ഇതൊരു പെൺകുട്ടിയുടെ അതിജീവനം കൂടിയാ. കോടതിയിൽ നിന്ന് മഹേഷ് സാർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. പിന്നെ നീ എങ്ങോട്ട് പോകും? നിനക്കൊരു ആശ്രയസ്ഥാനം വേണ്ടേ? നീ അവിടെ ചെന്ന് സത്യം പറഞ്ഞാൽ ഉടനെ വിനോദിനെ അവരെ പുറത്തു വിടില്ലേ? എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കിയാ മതി. ആതിരയുടെ ജീവന് അത് ഭീഷണിയാവില്ലേ മഹേഷ്? കോടതിയിലെത്തിയാൽ എന്ത് ഭീഷണി? ന്യൂസ് ഉടനെ പുറത്തു പോയില്ലേ? ആതിരെ ഞാനൊരു വിമൻസ് ഹോസ്റ്റലിൽ കൊണ്ടേ താമസിപ്പിക്കും. എനിക്ക് അടുത്ത പരിചയമുള്ള ഒരു മദർ നടത്തുന്ന ഹോസ്റ്റൽ. എന്തുകൊണ്ടും അവിടെ സേഫ്. അഡ്വക്കേറ്റ് താഴെ എത്തിയിട്ടുണ്ട്. അതിരെ വാ വക്കീല്, ഞങ്ങൾ താഴേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ താഴേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് മാഡത്തിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഒരിക്കൽ മാഡം എന്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പൊ മാഡത്തിന്റെ ഭർത്താവും. നിനക്കൊരു നല്ല ജീവിതം നീ ചെല്ലും. ആതിരയോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. നിന്നെ ഒന്ന് കണ്ടുകിട്ടാൻ ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? അവളെ നീ കൂട്ടിക്കൊണ്ട് ചെല്ല്. എല്ലാവരും താഴേക്ക് പോയി. ആതിര വാ. ഞാനും വരാം. മോള് ചെല്ലും. പാവം. എന്ത് ചെയ്യാനാവും മോളെ? ദൈവം വിധിച്ചത് അനുഭവിച്ചല്ലേ പറ്റൂ. നമുക്ക് അവളെ രക്ഷിക്കണം. വരട്ടെ. എല്ലാം തന്റെ കയ്യിലാണെന്നൊരു അഹങ്കാരം അയാൾക്കുണ്ട്. അത് മാറ്റിക്കൊടുക്കും. സാർ ആകാശ് മേനോൻ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. ശരി സാർ. ശരി. താൻ നമ്മുടെ ആളുകളെ കൂടി ചെല്ല്. ഓക്കെ. വാ. എന്തൊക്കെയുണ്ടോ ആകാശനെ വിശേഷങ്ങൾ? തന്നെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. സാറേ നമുക്കൊരു അടി കിട്ടിയിട്ടുണ്ട്. എന്താ ആ പെണ്ണിന്റെ കാര്യത്തിലാണോ? എന്താ അവളുടെ പേര്? ഓ ആതിര. സാർ വല്ല അറിഞ്ഞോ? അതിനവൾ തന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. എന്താ അവൾ തട്ടിപ്പോയോ? എങ്കിൽ നല്ലത്. കേസ് വിചാരണക്കെടുക്കുമ്പോ അവളെ തീർത്ത് കളയാനല്ലേ നമ്മുടെ തീരുമാനം. അവള് നമ്മുടെ കൈവിട്ടു പോയി സാർ. എന്താണ് ഉത്തരം പറഞ്ഞേ? തന്റെ കസ്റ്റഡിയിലായിരുന്നില്ല അവൾ. പിന്നെ എങ്ങനെ അവൾ കടന്നു കളഞ്ഞു? അവൾ അവിടെ ഉണ്ടെന്നുള്ള വിവരം മഹേഷ് എങ്ങനെയോ മണം പിടിച്ചാൽ അവനോട് വന്ന് നമ്മുടെ ആളുകളെല്ലാം അടിച്ചിട്ടിട്ട് അവളെയും കൊണ്ട്. അത് നീ വന്ന് എന്നോട് പറയുന്നു. പിന്നെ നീ എങ്ങുണ്ടാക്കാനാണോ നിന്നേ? ആ പെണ്ണിനെ വെച്ചാ വിനോദിനെ പൂട്ടി ഇവിടെ അകത്തിട്ട് വീട്ടുകാർ പറയുന്നത് കേൾക്കാതെ വിനോദിന് അനുകൂലമായി പറയുന്നത് ബോധ്യമായപ്പോഴാ അവളുടെ രണ്ടാമച്ചിന്റെ കയ്യിൽ നിന്ന് അവർ ചോദിച്ച കാശ് കൊടുത്ത് വാങ്ങിയത്. അവളെ നോക്കിക്കണം നീയാണ് ഉറപ്പ് വന്നേ. അല്ലായത് ഞാൻ അവിടെ എന്നെ നാട് കത്തിയനെ. സാറേ ആ സ്ഥലത്ത് പുറത്തുനിന്ന് ഒരാൾ വരുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ അവനെങ്ങനെ വന്നതാ? ഒറ്റുമുളച്ചോ? എന്ത് വില കൊടുത്തു ആ പെണ്ണ് ഇവിടെ തിരിച്ചു വിളിച്ച് എന്റെ മുന്നിൽ എത്തിച്ചോണം. അവൻ അവിടെയും കൂടെ സോഷ്യൽ മീഡിയയിൽ വരെ ലൈവ് വിട്ടാൽ എല്ലാ മതവും തീർന്നു. മഹേഷ് അവളെ എവിടേക്കാണ് കൊണ്ടുപോയെന്ന് നിനക്കറിയോ? അത് നരേശ പറ. ശരി, അവളെ എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് കണ്ടെത്തണം. എല്ലാം തീർന്നടാ. തീർന്നു. നിന്റെ പിടിപ്പീട് കൊണ്ട് എനിക്ക് എന്റെ കസേര ധരിക്കാൻ പോവാം. മഹേഷ് ആദ്യം കോടതി ഹാജരാക്കി. അവനാണ് മോൻ. നാളെ വിനോദിനെ കോടതിയിൽ എത്തിക്കാനാ കോർട്ട് ഓർഡർ. വിനോദ് നിരപരാധി എന്ന് അവൾ പറയും. അതോടെ വിനോദ് സ്വതന്ത്രനാവും. സാറേ നീ കോടതി നേരിട്ട് അന്വേഷണം ആവശ്യപ്പെട്ടാൽ എന്റെ മന്ത്രിസ്ഥാനം പോവുക മാത്രമല്ല അടിയിടുന്നത് ഞാനായിരിക്കും. നീ കാത്തിരുന്നോടാ. ഓട് തുറന്നുവിട്ട പുലിയെ പോലെ വരാൻ പോകുന്നേ വിനോദ. നിന്നെ അവൻ തീർത്തിരിക്കും. ഉള്ളിൽ കിടന്ന് പക കൂടി അവൻ വരുന്നേ. സാറേ ഇറങ്ങി പോടോ. മോനെ, നീ ഇത്ര പെട്ടെന്ന് ഇങ്ങെത്തിയോ? ഇരിക്കെ. വിവരങ്ങളൊക്കെ ഞാൻ മദറിനോട് പറഞ്ഞില്ല. ഇവളെ വീട്ടിൽ നിർത്താൻ പറ്റും. എന്താ കുട്ടിയുടെ പേര്? ആതിര. ഓ, ഞാൻ മറന്നുപോയതാ. ഞാൻ ഇവൾക്ക് എത്ര ദിവസത്തേക്കാ ഇവിടെ അഭയം കൊടുക്കേണ്ടത്? നിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാ പറയണം. നിന്നെ ഞാൻ ഇപ്പോഴും കാണുന്നത് ആ പഴയ സ്കൂൾ കുട്ടിയായിട്ടാ. അന്നത്തെ കുസൃതികളൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാനെന്നും മദറിന്റെ സ്കൂൾ കുട്ടി തന്നെ ആയിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ മദറിനെ ബുദ്ധിമുട്ടിക്കാൻ വന്നത്. മോൻ ഈ ഓർഫനേജിന് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ഒരു സഹായവും ഞാൻ മറന്നിട്ടില്ല. ഇവളെ ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു പ്രയാസമായിട്ടൊന്നുമല്ല. എന്താണ് നിന്റെ പദ്ധതി എന്ന് എനിക്ക് അറിയണം. വിനോദ് ജയിലിൽ നിന്ന് സ്വതന്ത്രനാവുന്ന സമയം വരെ മതി. നാളെ വീണ്ടും ആതിരെ കോടതിയിൽ എത്തിക്കണം. അത് കഴിഞ്ഞ് വിധി വരും. വിനോദ് നിരപരാധിയാണെന്ന് ആതിരയ്ക്ക് സ്റ്റേറ്റിന് പുറത്ത് എന്റെ കമ്പനിയുടെ ഒരു സ്ഥാപനത്തിൽ ഇവളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ളൊരു ജോലി ഏർപ്പാടാക്കിയിട്ട് ഇവളെ ഞാൻ അങ്ങോട്ടേക്കായി. ഇവൾക്ക് എല്ലാത്തിനോടൊരു പേടിയാണ് മദർ. കുട്ടി ധൈര്യമായിട്ടിരി. ഈ മഠത്തിൽ കയറി ആരും കുട്ടി ഉപദ്രവിക്കാൻ വരില്ല. ഈ രാത്രി തന്നെ എന്ത് സംഭവിക്കുന്നു ആർക്കറിയാം. വിനോദിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും ഇല്ലെങ്കിലും അവനെ കുടുക്കിയവരെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകാശ് മേനോനെ അവൻ കടിച്ചു കീറും. നമ്മുടെയല്ല